ഗൈസ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കുറച്ചു മുമ്പേ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. ഷാരോൺ വധക്കേസിലെ പ്രതിയായിരിക്കുന്ന ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അധികം നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ്. കൂടിപ്പോയി കഴിഞ്ഞ ഒരു ജീവപര്യന്തം അല്ലെങ്കിൽ ഒരു ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ട് അതൊന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് പറയുന്ന ഒരു വിധിയിലേക്ക് പോകുമെന്ന് നമ്മൾ ഒരു ഘട്ടം വരെ ചിന്തിച്ചു. പക്ഷെ അത് മാറ്റിക്കൊണ്ട് നീതിക്കും ന്യായത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് കോടതി ഒരു നല്ലൊരു വിധി, ഇത്രയും നാള് ഇതുപോലത്തെ കേസുകളിൽ കേട്ടത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വിധി കോടതി ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പൊതുവെ ഇത്തരം കേസുകളിൽ നമ്മൾ കാണുന്നത് സ്ത്രീ എന്ന പരിഗണന, അല്ലെങ്കിൽ പ്രായത്തിന്റെ പരിഗണന, വിദ്യാഭ്യാസത്തിന്റെ പരിഗണനയൊക്കെ നൽകിക്കൊണ്ട് കുറഞ്ഞ ശിക്ഷ നൽകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അനുഭവിച്ച വേദനകൾ കോടതി നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള നീതി കേടും ലഭിക്കാതെ നീതി അദ്ദേഹത്തിന് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു വിധി പോലെ എനിക്ക് ഈ ഒരു വിധി തോന്നി. അതുകൊണ്ട് തന്നെ ഭയങ്കരധികം സന്തോഷം തോന്നുന്നു ഇത്രയൊരു വിധിയിൽ. കാരണം ഈ ഒരു കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒത്തിരി അധികം രീതിയിൽ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രിമിനൽ, ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കാം, കാരണം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു ക്രിമിനലാണ്, ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോരാനും അങ്ങനെ കുറേ അധികം നാടകങ്ങളെല്ലാം നടത്തി. പക്ഷെ അന്വേഷണ സംഘം ഓരോ നാടകങ്ങളും പൊളിച്ച് കൈ കൊടുത്ത് വളരെ നീതിപൂർവമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അവസാനം എന്ന രീതിയിൽ ഗ്രീഷ്മയ്ക്ക് ഇന്ന് വധശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിധിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ന്യൂസ് ഫുള്ള് കാണുമായിരുന്നു. അപ്പം അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി ഈ വിധി പറയുന്നതിന് മുമ്പായിട്ട് ഷാരോണിന്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും കോടതിക്കകത്തേക്ക് വിളിച്ച് വരുത്തി, അതായത് അവർ വെളിയിൽ നിൽക്കേണ്ട അകത്തേക്ക് കയറി വരാൻ പറയുകയും, കാരണം ഈ ഒരു വിധി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കോടതിക്ക് പറയാൻ താല്പര്യമെന്ന് അവരെ കോടതി അറിയിക്കുകയും ചെയ്തു. കാരണം അവരനുഭവിച്ചൊരു പെയിൻ എന്താണെന്ന് കോടതിക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരെ ആ ഒരു വിധി കേൾക്കാനായിട്ട് കോടതിക്കുള്ളിലേക്ക് വിളിച്ച് വരുത്തിയത്. അതുപോലെ തന്നെ ഇത് പ്രതിഭാഗം ഏറ്റവും കൂടുതൽ വാദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മയുടെ പ്രായം കണക്കാക്കണം. അതായത് 24 വയസ്സേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്. സോ അതുകൊണ്ട് ചെറിയ ശിക്ഷ കൊടുത്ത്, പ്രായത്തിന്റെ അളവ് കൊണ്ട് ചെറിയൊരു ശിക്ഷ കൊടുക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അത് വളരെ നല്ല രീതിയിൽ തിരിച്ച് ഡിഫെൻഡ് ചെയ്തു. കോടതി പറഞ്ഞത്, ഗ്രീഷ്മയ്ക്ക് 24 വയസ്സാണെങ്കിൽ ആ സെയിം ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഷാരോൺ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരാളെ ഇത്രയും പ്ലാൻ ചെയ്ത് വളരെ ബ്രൂട്ടലായിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിയായിട്ടുള്ള ഈ ഗ്രീഷ്മയുടെ പ്രായം കണക്കാക്കേണ്ടതിന്റെ ആവശ്യകത ഈ കേസിനകത്ത് ഇല്ലെന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ പ്രതിഭാഗത്തിന് തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് ആ ഒരു വിധി പ്രസ്താവത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്യൂസ് ചലഞ്ച് നടത്തിയത് ഒരു മർഡർ അറ്റംപ്റ്റ് ആണെന്നും അതിനകത്ത് പാരസെറ്റാമോള് കലക്കി ചേർത്തത് ഒരിക്കലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, അത് ഈ ഷാരോണിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് കോടതി ഒരു നിരീക്ഷണം ഈ വിധി പ്രസ്താവത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പ്രതിക്ക് മാനസാന്തരപ്പെടാനായിട്ടൊരു അവസരം കൊടുക്കണം. അതായത് ചെറിയ ശിക്ഷ കൊടുത്തിട്ട് വീണ്ടും സമൂഹത്തിൽ അധിവസിപ്പിക്കണം, അതിനുള്ളൊരു അവസരം കോടതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കോടതി പറഞ്ഞത്, ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരു ക്രൈം ചെയ്ത ആള് ഇനിയും അത്രയും ക്രൈം ചെയ്യത്തില്ലെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന രീതിയിൽ വിധി പ്രസ്താവത്തിൽ അതിന് മറുപടിയായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യം തന്നെ കോടതി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ 2 കൊലപാതകമാണ് ഈ ഒരു ഗ്രീഷ്മ ചെയ്തത്. ഒന്നാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നു. രണ്ടാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പ്രണയത്തെ, അത്രയും പവിത്രമായ ദിവ്യമായ ഒരു പ്രണയത്തെ കൊന്നു എന്നുള്ള രീതിയിലാണ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഷാരോൺ അനുഭവിച്ച വേദന നമുക്കെല്ലാം ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താ പറയാ, ആ ഒരു 11 ദിവസം കൊണ്ട് ആ ഒരു വ്യക്തി അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഫുൾ ഇന്റേണൽ ഓർഗൻസുകളെല്ലാം
പൊള്ളലേൽക്കുകയും ഈവൻ ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്കറിയാം എത്രത്തോളം പെയിൻ ആയിരിക്കും അയാള് ആ ഒരു 11 ദിവസം കൊണ്ട് ആ ഒരു വ്യക്തി അനുഭവിച്ചെന്നുള്ളത്. അപ്പൊ ആ ഒരു ഷാരോണിന്റെ വേദന അനുഭവിച്ച ആ വേദന കണ്ടറിഞ്ഞിട്ട് ജഡ്ജ്മെന്റ് നടത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ക്ലിയർ കട്ടായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, മാധ്യമങ്ങളിൽ നോക്കിയിട്ടല്ല വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പം ഫുള്ള് ഞാനിപ്പം ഓർക്കുന്നില്ല. ഞാനിങ്ങനെ കുറച്ച് കേട്ടത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പ്രതിഭാഗം പറഞ്ഞത്, ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് വധശിക്ഷ കൊടുക്കുന്ന ഒരു പതിവില്ല എന്നുള്ള രീതിയിൽ ഒരു ഇത് നടത്തിയിരുന്നു. അതിന് കോടതി ഡിഫെൻഡ് ചെയ്തത്, ഇത്തരം കേസുകളിൽ വധശിക്ഷ കൊടുക്കരുത് എന്ന് എങ്ങും നിയമമില്ല എന്ന് തിരിച്ച് കോടതി വിധി പ്രസ്താവനത്തിലൂടെ പറയുകയും ചെയ്തു. അങ്ങനെ ഗ്രീഷ്മയുടെ അഡ്വക്കേറ്റ് മീൻസ് പ്രതിഭാഗവും പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ആണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേ ബി ഇപ്പം ഗ്രീഷ്മ ഹയർ കോർട്ടുകളിൽ പോയിട്ട് ഈ ഒരു വിധി മാറ്റിയേക്കാം, ഇളവ് ചെയ്യിപ്പിച്ചേക്കാം. അപ്പം അതും എന്താ പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ കോടതികൾ എടുക്കുന്ന തീരുമാനം നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. മേ ബി അങ്ങനെ ഒരു വിധിയിലേക്ക് പോയേക്കാം. മേ ബി അത് എന്താ പറയാ, തള്ളിക്കളയുന്ന അവസ്ഥ വന്നേക്കാം. ഈ ഒരു വധശിക്ഷ തന്നെ നടപ്പാക്കിയേക്കാം. നടപ്പാക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അത് നടപ്പാക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു വിധി പൂർണ്ണമാകത്തുള്ളൂ. പക്ഷെ എന്തിരുന്നാൽ പോലും ഇത് ശരിക്കും ഒരു താക്കീതാണ്. അതായത് ഇവിടെ നടന്നിരിക്കുന്ന ഒരു പ്രണയപ്പകയല്ല. പ്രണയപ്പക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രണയിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാള് മറ്റേ ആളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനാണ് പ്രണയപ്പക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രണയപ്പകയല്ല, ഇവിടെ കൊന്നിരിക്കുന്നത് പ്രണയത്തെ തന്നെയാണ്. അത് കോടതി വീണ്ടും വീണ്ടും ഊന്നി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വിധിക്കകത്ത്. അപ്പം അതുപോലെ ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരു ക്രൈം ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ ഒരു താക്കീതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണെന്നുള്ള പരിഗണന, പ്രായത്തിന്റെ പരിഗണന, കുട്ടിയാണെന്നുള്ള പരിഗണന, ഇതൊന്നും ഒരു ക്രൈം ചെയ്യുന്നതിനകത്ത് ഇത് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും അല്ല. കാരണം ക്രൈം ചെയ്യുന്ന ഒരു പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ അതിനകത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി തന്നെയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഈ ഒരു കേസിൽ വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഷാരോണിന്റെ വീട്ടുകാർ മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിലുള്ള മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്കെല്ലാം ഇന്ന് വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പൊ ഈ ഒരു ഞാൻ ആലോചിക്കുമായിരുന്നു, ഗ്രീഷ്മയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് കടന്ന് ഉറക്കപ്പുറതി വരത്തില്ലായിരുന്നു. ഇന്ന് വൻ ലഹളയായിരുന്നായിരിക്കും, ഇന്ന് ആഘോഷവും കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ ഗ്രീഷ്മ ഒരു ലേഡി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു എന്താ പറയുന്ന പ്രതികരണങ്ങളും എങ്ങൊന്നും വന്ന് കണ്ടിട്ടില്ല. എനിവേ എന്താണെങ്കിലും നമ്മൾക്ക് സാധാരണക്കാർക്ക് ആ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോടതികളാണ്. നമുക്കൊരു നീതി നിഷേധം ഉണ്ടാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന കോടതിയാണ്. അപ്പൊ ഇത്തരം വിധികൾ ആ കോടതിയോടുള്ള വിശ്വാസം കൂട്ടുകയും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് വന്നത്. സോ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ ബൈ.